അസ്സലാമലൈക്കും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഖുഷി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ റമദാനൊക്കെ എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ റമദാൻ്റെ തലേ ദിവസം രാത്രിയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള കുഞ്ഞു കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ കൂടാതെ തന്നെ നമ്മൾ റമദാൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഹിജാബ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കുറേ കളക്ഷൻസൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസുകളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മഗ്‌രിബിനുള്ള ബാങ്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ നമ്മുടെ മനസ്സിനും. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരിക്കും നമുക്ക് റമദാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ മിൻഹക്കുട്ടിയും മിൻഹക്കുട്ടിയുടെ വാപ്പിയായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നിസ്കാരവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഹംനക്കുട്ടി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ സെറ്റിയിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ അവൾ ഉറങ്ങിക്കളയും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കിച്ചണിൽ നമ്മൾ കുക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയും ഇടിയപ്പമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുട്ട ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് കൂടി ചേർത്ത് വേവിക്കുമ്പോൾ അതിൻ്റെ ആ തോടൊക്കെ നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ, മുട്ടയിൽ ഒട്ടിപ്പിടിക്കാതെ. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ കുറഞ്ഞ സമയത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാള സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചെറിയ രീതിയിൽ വരട്ടിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ കുക്കറിലിട്ടല്ലേ വേവിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ആ ഒരു എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളിയും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല മണമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൂടി ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് കറുവപ്പട്ട കൂടി ഞാൻ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് മസാല കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളത് ചുരുങ്ങിയ സമയത്തിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും കുക്കറിലായതുകൊണ്ട് തന്നെ. അപ്പോൾ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നമുക്കൊരു 3 വിസിലിട്ട് എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല കുക്കറൊക്കെ ആണെങ്കിൽ 2 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ആ ഒരു ആവിയിലിരുന്നതിനെ വേവട്ടെ. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കേണ്ട മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് എടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് മാവിൽ ഉപ്പ് കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുമാതിരിയാണ് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് ഇങ്ങനെ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ മാവ് സെറ്റായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടിയപ്പ തട്ട് എടുക്കുന്നുണ്ട്. അല്പം എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തട്ടിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ ഇട്ട് കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എനിക്ക് മടിയാണ് കേട്ടോ തേങ്ങ ഇട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് തേങ്ങ തിരുകാനുള്ള മടിയാണ്, അതാണ് മെയിൻ കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
നമുക്ക് ഓരോ തട്ടിലായിട്ട് പ്രസ് ചെയ്ത് മാവിട്ട് കൊടുക്കാം. അപ്പോൾ റമദാനൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ മിൻഹക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉമ്മച്ചി ഞാനിന്ന് നോമ്പ് പിടിക്കുകയാണ് നാളെ മുതൽ, അപ്പോൾ എന്നെ അത്താഴത്തിന് എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവൾ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, പറ്റിക്കരുതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കും കൂടി നോമ്പ് പിടിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പ പാത്രത്തിലോട്ട് നമ്മൾ ആ ഒരു തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ വിസിൽ ഫുൾ ആവി പോയതിനു ശേഷം മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ മുട്ടക്കറി കുക്കറിൽ ചെയ്യുവാണെങ്കിൽ. നമുക്ക് മുട്ടത്തോട് ഒന്ന് മാറ്റി കൊടുക്കാം മുട്ടയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഒരു തട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ട ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ ആ മുട്ടത്തോടൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് മുട്ടയിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഉപ്പിട്ട് വേവിച്ച് മുട്ട വയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ തോടൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് ഒരു ബൗളിലോട്ട്. അപ്പോൾ മുട്ടക്കറിയിൽ മുട്ട ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് കീറിയിട്ട് മുട്ട ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു എഗ്ഗിലോട്ട് തന്നെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതുണ്ടാവും അങ്ങനെ കീറിയിട്ട് ഇടുമ്പോൾ. അപ്പോൾ അതിന് മുകളിലോട്ട് നമുക്ക് ആ ഗ്രേവി ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പവും ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട്. ആവിയൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പം നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് വെള്ളം ജസ്റ്റ് കയ്യിലൊന്ന് നനച്ചിട്ടൊന്ന് തൊട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ഇടിയപ്പം വെന്തു എന്നാണ് ഞാൻ അങ്ങനെയാണ് നോക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടിയപ്പത്തട്ട് ഓരോന്നായിട്ട് വെളിയിലോട്ട് എടുത്ത് വയ്ക്കാം. വളരെ കുറച്ച് ആൾക്കാരും കുട്ടീസും മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇടിയപ്പമൊന്നും വേവിച്ച് ഇതാക്കുന്നില്ല. കുറച്ച് മാത്രമേ വേവിക്കുന്നുള്ളൂ, ആവശ്യത്തിന് മാത്രമേ വേവിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി വരല്ലല്ലോ, നാളെ മുതൽ നോമ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ വേവിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടീസ് കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് വന്നത് കൂടി വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ മിൻഹക്കുട്ടിക്കും ഹംനക്കുട്ടിക്കും അടുത്ത് ഫുഡ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അവർ ഉറങ്ങിപ്പോവും. അപ്പോൾ മിൻഹയ്ക്കുള്ള ഫുഡാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഹംനക്കുട്ടി ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാൻ ഭയങ്കര പാടാണ്, കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പോയി എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ എഴുന്നേൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഓർത്തത് ഉമ്മച്ചി തന്നു വിട്ടിട്ടുള്ള ചക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല വരിക്ക ചക്കയാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി പഴുത്ത് പോയിട്ട് നമുക്കിനി ഇരുന്ന് ചീത്തയായിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ചക്കയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് അതിൻ്റെ പുറത്ത് വെച്ചൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പൊന്നും വൃത്തികേടാവാതെ കിട്ടും. കൂടാതെ തന്നെ നമുക്ക് ആ ഒരു ചക്കയുടെ ഒരു കറയൊക്കെ ഇല്ലേ, ആ അരക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ഹിജാബ്സിൻ്റെ എൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. നമുക്ക് റമദാൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് മേടിച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് മുസല്ലയും ഉണ്ട്,
എന്താണ് നമുക്ക് നിസ്കാര കുപ്പായം, തസ്ബി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെയാണ് എൻ്റെ കയ്യിലുള്ളതൊക്കെ. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് ഫുൾ സ്ലീവിൻ്റെ ആ ഒരു നൈറ്റി ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബനിയൻ ക്ലോത്തിൽ കോട്ടൺ മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഒട്ടും തന്നെ ചൂടില്ലാത്തൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഒരു പിങ്ക്, ലൈറ്റ് ഒരു പിങ്കിൽ, എന്താണ് അതൊരു ലൈറ്റ് പിങ്കും അല്ല, ഒരു ലൈറ്റ് പീച്ച് കളറിൽ വരുന്ന ഒരു ലീഫൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നുകൂടിയുണ്ട്, വൈറ്റിൽ ഒരു റെഡ് പ്രിൻറ്റ് വരുന്നതാണ്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ വന്നിട്ട് ജസ്റ്റ് ഒരു എംബ്രോയിഡറി കൊടുക്കുന്നുണ്ട് ഡിസൈനായിട്ട്. നമുക്കിതിടുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടുവന്നത് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ഈ ഒരു സംഭവമൊക്കെ. അപ്പോൾ ഉമ്മച്ചി ഉമ്രയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഐറ്റംസൊക്കെ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ പുറത്തൊക്കെ ഹിജാബ് പർദ്ദയ്ക്ക് ഉള്ളിലിടാൻ വേണ്ടിയിട്ടും ഭയങ്കര കംഫർട്ടായിരിക്കും. ചൂടൊന്നും ഒട്ടും തന്നെ എടുക്കില്ല കേട്ടോ. അടുത്തത് ഒരു നിസ്കാര കുപ്പായാണ്. നിസ്കാരത്തിൽ നമുക്ക് നിസ്കാര കുപ്പായവും അതിൻ്റെ ആ ഒരു മക്കനെല്ലാം ജോയിൻ്റ് ചെയ്ത് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തതാണ്. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. നമ്മുടെ ഇങ്ങനെ ഒരു കുഴഞ്ഞ ടൈപ്പ് തുണിയാണ് കേട്ടോ. അത് സ്ട്രെച്ചബിളാണ് ഈ ഒരു സംഭവം വന്നിട്ട്. നല്ല ഭംഗിയുള്ളതാണ്. നമുക്കത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടാണ്. സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ കാലിലൊക്കെ തട്ടിയാലും അത് നമുക്ക് ഒട്ടും തന്നെ ഡിസ്റ്റർബ് ആകാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, ചൂടൊട്ടും തന്നെ ഇല്ല. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഒരു ക്രീം ഡിസൈൻ ഒക്കെ വരുന്നതാണ്. ബ്രൗൺ കളറിൽ ഒരു ക്രീം ഡിസൈനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും ഇങ്ങനെ നമുക്ക് ഇളക്കി, നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് എടുത്തും ആ ഒരു മക്കനയുടെ ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഇളക്കി ഇടാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കേട്ടോ. അത് കുറച്ച് നമുക്ക് കംഫർട്ടായിട്ട് തോന്നും. പിന്നെ കുറച്ച് സോക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തസ്ബി ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു തസ്ബിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു തസ്ബിയാണ്. അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ ഇതിനൊക്കെ ഭയങ്കര ക്യൂട്ട്നെസ് അങ്ങനെ വേണമെന്നല്ല, പക്ഷെ നമുക്ക് ഇതുപോലത്തെ സംഭവമൊക്കെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വന്നിട്ട് നമുക്ക് ട്രാവൽ ഇതായിട്ടൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയ മുസല്ലയാണ്. അപ്പോൾ അതിനൊരു ബാഗും, ആ ബാഗിനകത്താണ് മുസല്ല ഉള്ളത്. അപ്പോൾ 2 കളറാണുള്ളത് കേട്ടോ, 2 പേസ്റ്റൽ കളേഴ്സിലാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെയ്റ്റ്ലെസ് ആണ് സംഭവം കേട്ടോ. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ്. നമുക്ക് ആ ഒരു ബാഗിനകത്ത് വെച്ചിട്ട് തന്നെ എവിടെ പോയാലും നമുക്ക് ആ ഒരു ബാഗിൽ വെച്ച് കൊണ്ടുപോകാവുന്നതാണ്. നോർമലി നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം, പക്ഷെ എന്നാലും നമുക്ക് ഇതൊരു ട്രാവൽ ഇതായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ മുസല്ലയൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിങ്ങനെ എടുത്ത് വെച്ച് ഈ ഒരു ബാഗിനകത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ. അപ്പോൾ ഒരു ബേബി പിങ്കിൻ്റെ ഒരു മുസല്ല കൂടിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ രണ്ടും സെയിം ആ ഒരു ഡിസൈനും കാര്യമൊക്കെയാണ് കേട്ടോ. ഒരു മുസല്ല വന്നിട്ട് എൻ്റെ കൈവശം ഉണ്ടായിരുന്നതാണ്. ഇതിലാണ് ഞാൻ സ്ഥിരമായിട്ട് നിസ്കരിക്കാറുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് വെയിറ്റൊക്കെ ഉള്ള ടൈപ്പാണ് വെൽവെറ്റ് മെറ്റീരിയൽ വരുന്നത്.
പിന്നെ ഇനിയും കാണിക്കാൻ പോകുന്നത് നിസ്കാര കുപ്പായമാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നിസ്കാര കുപ്പായമാണ്. ഇതിൽ ക്രീപ്പിൽ വരുന്നതാണ് കേട്ടോ. ക്രീപ്പിൽ വരുന്നതാണ്. ഒരു ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂവിൽ വരുന്നതാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഈ ഒരു നിസ്കാര കുപ്പായം. ഇത് വന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉമ്മച്ച സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു നിസ്കാര കുപ്പായം വന്നിട്ട്. അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ ടൈപ്പിലുള്ള ഒരു നിസ്കാര കുപ്പായം കൂടെയുണ്ട്. ഇത് ഞാൻ മീഷോന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും അത്യാവശ്യം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു നിസ്കാര കുപ്പായമാണ്. കുറച്ച് ലെങ്തി ആയിട്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് നിസ്കരിക്കാൻ കുറച്ച് കംഫർട്ടായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഇതും ഭയങ്കര രസമുള്ളതാണ്. ഈ രണ്ട് നിസ്കാര കുപ്പായത്തിൻ്റെ നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത് അറ്റത്തായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ രണ്ട് സ്ലീവിലും അറ്റത്തായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നിസ്കാര കുപ്പായം കേട്ടോ. അടുത്തതും ഒരു നിസ്കാര കുപ്പായമാണ്. ഇത് വന്നിട്ട് ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു റെഡും വൈറ്റ് കോമ്പോയിൽ വരുന്നതാണ്. ഇതും ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ്. ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട്. ഇത് വന്നിട്ട് ബനിയം ക്ലോത്തിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള തുണിയുണ്ടല്ലോ, അങ്ങനത്തത് വരുന്നതാണ്. പക്ഷെ ചൂടൊട്ട് തന്നെ എടുക്കില്ല. നമുക്കിങ്ങനെ ഡ്രസ്സ് നമുക്ക് നിസ്കാര കുപ്പായം ഇടുന്നതായിട്ടേ ഫീൽ ചെയ്യില്ല. അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഭയങ്കര രസമാണ്. ഇങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് റെഡിൽ ആ ഒരു വൈറ്റ് ഡിസൈനൊക്കെ വന്നപ്പോൾ. പിന്നെ ഇതിലും നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറേ വൈറ്റ് പർദ്ദ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ വൈറ്റിൽ തന്നെ കുറേ ഉണ്ട് പർദ്ദകൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മക്നായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഹിജാബ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. റമളാനുള്ള തയ്യാറെടുപ്പിന് മുന്നേ ആയിട്ട് തന്നെ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് റമളാന് വേണ്ടിയിട്ട് 30 ദിവസവും നിസ്കരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പർദ്ദയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതിനേക്കാളും അതിൽ വൈറ്റിൽ കൂടുതലായിട്ടുള്ളത് വൈറ്റിൽ നിസ്കരിക്കുമ്പോൾ സുന്നത്തല്ലേ. അപ്പോൾ വൈറ്റിലുള്ള ഹിജാബ്സും പർദ്ദകളും നിസ്കാര കുപ്പായം എല്ലാം ഉണ്ട്. അപ്പോൾ വൈറ്റിലുള്ള നിസ്കാര കുപ്പായമാണിത്. ഈ ഒരു നിസ്കാര കുപ്പായങ്ങളൊക്കെ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് ഈ ഒരു വൈറ്റ് നിസ്കാര കുപ്പായം എല്ലാം തന്നെ. അടുത്തത് വന്നിട്ട് ഒരു പർദ്ദയാണ്. വൈറ്റിൽ ഒരു ബ്ലാക്ക് ബോർഡർ വരുന്നിട്ടുള്ള ഒരു പർദ്ദയാണ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പർദ്ദയാണ് കേട്ടോ. സ്റ്റിച്ച് മെറ്റീരിയൽ എടുത്ത് നമ്മൾ ബോർഡർ മേടിച്ചു കൊടുത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പർദ്ദയാണിത്. അപ്പോൾ വൈറ്റിൽ ആ ഒരു ബ്ലാക്ക് ആ ഒരു ലേസ് വന്നപ്പോൾ ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്റ്റോൺ വർക്കിൽ വരുന്ന ലേസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബട്ടൺസ് ആണ്, ഫുൾ ഓപ്പൺ പർദ്ദയിൽ ബട്ടൺസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.